ബൈനോക്കുലസിൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും ഒരു പുത്തൻ വീഡിയോയിലേക്കും ഒരു സങ്കട വീഡിയോയിലേക്കും സ്വാഗതം കേട്ടോ. ഞങ്ങൾ മൂലമറ്റത്ത് കഴിഞ്ഞ ദിവസം പോയി മൂലമറ്റത്തിന് കുറേ പാങ്ങളൊക്കെ എടുത്തില്ലേ. ഞങ്ങളിങ്ങനെ വന്നപ്പോൾ കാഞ്ഞാർതേ എൻ്റെ സുഹൃത്ത് നമ്മുടെ പ്രിൻസായിട്ടും പറഞ്ഞു, എടാ ഞാൻ എൻ്റെ കുഞ്ഞായിരുന്നപ്പം, അതായത് മൂത്തയാൾ കുഞ്ഞായിരുന്നപ്പം ഇവിടെ ഒരു വാട്ടർ തീം പാർക്ക് വന്നു. വാട്ടർ ഷെഡ് തീം പാർക്ക് ഈ കാണുന്ന കേട്ടോ, ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പൈസ മുടക്കി നിർമ്മിച്ചിരിക്കുന്ന ഒരു സാധനമാണ്. അതായത് മൂലമറ്റത്തുനിന്ന് ഉൽപ്പാദി ആ വരുന്ന നമ്മൾ കണ്ട ആ വെള്ളം എല്ലാം കൂടെ വരുന്നിടത്ത് നിർമ്മിച്ചേക്കുന്ന ഒരു വാട്ടർ ഷെഡാണ്. ഇതൊരു 1/2 കിലോമീറ്റർ നീളമുള്ളൊരു ചുമ നടക്കി ഒരു 1/2 കിലോമീറ്റർ നീളമുള്ള ഒരു പാർക്കാണ് കേട്ടോ. ഇതൊന്നും നിങ്ങളൊന്ന് കാണണം. അതായത് 2015 ഈ സാധനം സംഭവ ബഹുലമായി ശിലാഫലകങ്ങളൊക്കെ ഇതിന്റെ ഫ്രണ്ടിലൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് കേട്ടോ. 2015 ഉദ്ഘാടനം. ഇപ്പം ഞങ്ങൾ ചെല്ലുമ്പോൾ 2024 എൻ്റെ സുഹൃത്ത് 6 വർഷം മുമ്പ് അവിടെ ചേർന്നേക്കണേ. അന്ന് അത് വലിയ കുഴപ്പമില്ലാതെ ഓടിക്കൊണ്ടിരുന്നത്. ഇന്ന് നിങ്ങളിതിൻ്റെ അവസ്ഥ ഇതിനകത്ത് പല ചാനലുകളും ഇട്ടേക്കുന്നതിൻ്റെ ഒക്കെ ഒരു റേറ്റ്, അതായത് ഇതിന് എത്ര രൂപ മുടക്കിയിട്ടാണെന്നൊക്കെ പറഞ്ഞാൽ 13 ലക്ഷം 14 ലക്ഷം എന്ന് പറഞ്ഞു ഒക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇതൊന്ന് കാണണം. അതായത് വലിയ മുതൽ മുടക്കില്ല. ഇത് ബോർഡൊക്കെ ഉണ്ടോ, 2 വർഷം എഴുതിയിട്ടുണ്ട്. സംയോജിക നീർത്തട സംരക്ഷണ പദ്ധതി, കാഞ്ഞാട്ട ഷെഡ് തീം പാർക്ക്, ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത്. ഗേറ്റ് ഒക്കെ നിർമ്മിച്ചേക്കുന്നുണ്ട്. അതുകൊണ്ട് ഗേറ്റ് അല്ലെ, അപ്പുറത്തെ സാധനങ്ങൾ. ഒരു സാമാന്യ മര്യാദയില്ലാതെ കേരളത്തിലെ ടൂറിസം കാണിക്കുന്ന പണികളാണ്. ഇത് ഇവർക്ക് സംരക്ഷിക്കാൻ പറ്റത്തില്ലെന്നുണ്ടെങ്കിൽ ആ തദ്ദേശീയരായി അത് നടത്തിക്കാൻ താല്പര്യമുള്ള ആർക്കെങ്കിലും ഇത് ഒരു ഇന്ന സമയത്ത് ലീസിന് കൊടുക്കുന്നേ. ഇതിങ്ങനെ നശിപ്പിച്ചു കളയണോ? പക്ഷെ ഇതിന് എൻ്റെ പോലെ ഞാൻ ഇറങ്ങി കണ്ടു കേട്ടോ, എന്നെ മനോഹരമാണെന്നറിയോ. ഇതൊരു ശരിക്കും പറഞ്ഞാൽ 1/4 കിലോമീറ്റർ നീളത്തിലെടുപ്പം നമ്മൾ ആ എടുത്തേക്കുന്ന ഗേറ്റിൻ്റെ അവിടെ നിന്നൊക്കെ വളരെ ദൂരത്തുണ്ട്. ഇത് കേട്ടോ, നമുക്ക് പിടിച്ചിറങ്ങാനുള്ള സംഭവമൊക്കെ പറഞ്ഞേക്കാം. നമ്മൾ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൗഗ്ലിയുടെയൊക്കെ കാലഘട്ടത്തിൽ മൗഗ്ലിയുടെയൊക്കെ ആ ഒരു സംഭവം പഠിച്ചാൽ നമുക്ക് ഇതിനൊക്കെ നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റും. നോക്കി, ഇതെല്ലാം അതായത് ഈ നാട്ടിൽ ടാക്സ് കൊടുക്കുന്ന എല്ലാ മനുഷ്യന്മാരുടെയും പൈസ ഉപയോഗിച്ച് ഇവർ ഈ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികളും ഈ നാട്ടിലെ ഭരണ സംവിധാനങ്ങളും ചേർത്ത് നശിപ്പിച്ചിട്ടേക്കുന്ന സംഭവങ്ങളാണ്. നിങ്ങൾ നോക്കിയാൽ കാണിച്ചിട്ടേക്കുന്നത്. ഇതിനകത്തൊക്കെ കമ്പി അതിൻ്റെ മേളിൽ സ്റ്റീലൊക്കെ വെൽഡ് ചെയ്ത്, ആ ബോളൊക്കെ സ്റ്റീലാണ്. എന്നാ നന്നായിട്ട് സൂക്ഷിക്കേണ്ട സ്ഥലങ്ങളാണെന്നറിയോ. അതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെയോ പണിത് കേട്ടോ. എനിക്കൊന്ന് മീനെ വളർത്താനും തിമിംഗലത്തിനെ വളർത്താനൊക്കെ പണിത് വെച്ചേക്കുന്ന അവിടെ സിമെന്റിൽ പണിത് അതിൽ നിന്ന് കുറെ വട്ടത്തി കുറെ ചാല് വെട്ടി അതിൻ്റെ നടുക്കൊരു കമ്പി വെച്ചേക്കുന്നുണ്ടാവും. കമ്പി എന്നൊക്കെ പറഞ്ഞാണ്ടല്ലോ, അതൊക്കെ നിർമ്മിക്കാനായിട്ട് ഒന്നും പറയണ്ട. എന്തൊക്കെ സംഭവങ്ങളാണെന്നറിയോ. ഇത് അവിടെ പറഞ്ഞോണേ, ഞാനാ നിൽക്കുന്നതിൻ്റെ അവിടുന്ന് മേളിൽ നിന്ന് സിമെന്റ് വഴി തന്നെ ചാലൊക്കെ വെട്ടി നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഈ സംഭവമൊക്കെ ഇത് ഇത്രയും കാലം മാക്സിമം ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2024 ആകുന്നതേ ഉള്ളൂ കേട്ടോ. 2015 നിർമ്മിച്ച ഈ സാധനം 2024 വരെ പോലും കാത്തു സൂക്ഷിക്കാൻ പറ്റാത്ത ടൂറിസം വകുപ്പാണ്. ടൂറിസം വകുപ്പിന്റെ കീഴിലാണ്. ഇനിയിപ്പോൾ ടൂറിസം വകുപ്പിനെ പറഞ്ഞില്ല, ഇത് ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലാണ്. ഇനി അതിനകത്ത് വെച്ചേക്കുന്ന കുറെ സംരക്ഷിത സംഭവങ്ങളുണ്ട് കേട്ടോ. അതൊക്കെ കേൾക്കണം. അവിടെ എഴുതി വെച്ചേക്കുന്ന ബോർഡും അവിടെ ചെയ്തേക്കുന്ന സാധനങ്ങളുമായിട്ട് ഇത് ആ മരത്തിന്റെ കൊടുക്കുന്ന വേസ്റ്റ് നോക്കണം കേട്ടോ. അവിടെ ചെയ്തേക്കുന്ന ബോർഡും അല്ലെ അവിടെ മനുഷ്യനെ ഉദ്ബോധിപ്പിക്കാനായിട്ടും അല്ലെ പ്രകൃതിയെ സംരക്ഷിക്കാൻ ചെയ്തേക്കുന്ന ബോർഡും ഈ കാണിച്ചിട്ടേക്കുന്നൊക്കെ ആയിട്ട് എന്തോ ചെയ്തേക്കണേ കണ്ടോണം. ഇത് എന്തായാലും നിങ്ങൾ ഇത്ര പൈസ മുടക്കി നിർമ്മിച്ചില്ലേ, ഇത് പിള്ളേർക്ക് കളിക്കത്തക്ക രീതിയിൽ അല്ലെ വന്നൊന്നും ഇരിക്കത്തക്ക നിങ്ങൾ ചെയ്യുന്നേ. നിങ്ങൾ ഇതിന് 10-50 രൂപ ഫീസ് വാങ്ങുക, അല്ലെ 40-40 രൂപ ഫീസ് വാങ്ങുക. അത് നടത്തിക്കാനായിട്ട് മാക്സിമം പോയി കഴിഞ്ഞാൽ 1, 2, 3 ആൾക്കാരുടെ മതി. ആ ആഴ്ചയിലോ അല്ലെ ഒരു മാസത്തിലൊരിക്കലോ ഒരു 2, 3 കളവെട്ട യന്ത്രം ഉപയോഗിച്ച് ആ കളയൊന്ന് അടിച്ചു കളയുക. ആ ബാക്കി നടക്കണ ഭാഗത്തൊക്കെ കളഞ്ഞാൽ മതി. അതാ റോഡിൽ നിന്ന് വരുന്ന എന്തോ ഒരു സംഭവം, ചാലോ ഏതാണ്ട് സംഭവമാണ് കേട്ടോ. പിന്നെ പറ്റിയ ഉപയോഗം വെച്ചിട്ടുണ്ട് കേട്ടോ. ഹരിത കർമ്മസേനയുടെ ഒരു പട്ടിക്കൂടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇപ്പം കാണാം. ഇനി ബോർഡും കണ്ടോണം കേട്ടോ. ഇതൊക്കെയാണ് തലതിരിവെന്ന് പറഞ്ഞാൽ. തലതിരിവ് കാണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര് ചോദിക്കാനല്ലേ. എഴുതി വെച്ചാൽ മാലിന്യങ്ങൾ ഇട്ട് നിക്ഷേപിക്കുന്നതിന് ഫൈൻ. ബോർഡ് നിങ്ങൾ വായിക്കണം. അതിൻ്റെ പാർക്കിൽ മാലിന്യം വലിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ ശിക്ഷാർഹം. ചെടികളിലെ പൂക്കൾ പറിക്കരുത്. പിന്നെ പഴങ്ങൾ പക്ഷികൾക്കുള്ളതാണ്. നല്ല പഴം, നിറച്ച ആപ്പിളാണ് അവിടെ കാഴ്ച കിടക്കുന്നത്. പിന്നെ ഇതേക്കുന്നത് കുട്ടികളും മലമൂത്ര വിസർജനം ചെയ്ത കാരണവന്മാർക്ക് ഫൈൻ അടിക്കും. MC വാങ്ങിച്ചു കൊടുത്താൽ മതി സർക്കാർ. അപ്പൊ ഇപ്പൊ അതൊക്കെ നടക്കുള്ളൂ. പിന്നെ
കുളിക്കടവിൽ അടിയൊഴുക്കുണ്ട്, അത് നന്നായി, ഒളിഞ്ഞോട്ടം കുറയുമല്ലോ. പിന്നെ ഇതെങ്ങനെ വാഹനം ഒരു കാരണവശാലും പാർക്കിൽ പ്രവേശിക്കല്. ഇനി പ്രവേശിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളൊരു ഹെലികോപ്റ്റർ ഉണ്ടെന്ന് അതെ കെട്ടിത്തൂക്കി, ഇനി അങ്ങനെ ഒരു എന്തെങ്കിലും ആർക്കെങ്കിലും ഇങ്ങനെ വെറൈറ്റി ആയിട്ട് കണ്ടന്റ് എടുക്കണം എന്നുണ്ടെങ്കിൽ ഇതിനകത്തൊരു ഹെലികോപ്റ്റർ കെട്ടിത്തൂക്കി വണ്ടി കൊണ്ടിറക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു കണ്ടന്റ് എടുക്കാം. ഇത്രയും ഉപകാരങ്ങൾ നിലവിൽ അവിടുത്തെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ പശുവിനെ പശുവിനെ കെട്ടരുത്, അങ്ങനെ ഒത്തിരി സാധനം, നാൽക്കാലികളെ ഇറക്കി കെട്ടരുത്. ഇതിപ്പോ നാൽക്കാലികളെ കെട്ടാനല്ല, പിന്നെ എന്നാ കാണിച്ചാൽ ഇത് അവിടുത്തെ നാൽക്കാലികൾക്ക് മാത്രമാണ് ഉപയോഗിക്കപ്പെടുന്നത്. ഇനി അവർക്കെങ്കിലും ഒരു ഉപകാരമാട്ടെ. ആ പുഴ നിങ്ങൾ കാണണം കേട്ടോ, എന്ത് മനോഹരമായ പുഴയെന്നറിയും, എന്നെ ഭംഗിയാ. ചുമ്മാ സന്ധ്യാസമയത്ത് അതിന്റെ തീരത്തോട്ട് ഒരു 10 കസേര പണിതിട്ട് കഴിഞ്ഞാൽ ഒരു വഴിയിൽ ഒരു കടലവണ്ടിക്കാരന് ഒരു സാധനം കൊടുത്തു കഴിഞ്ഞാൽ ആ പാർക്കൊക്കെ എന്ത് രസമായിട്ടിരിക്കുന്നറിയോ. ഈ ലോകത്ത് എന്തെല്ലാം ജോലി ചെയ്ത് ടെൻഷനോട്ട് നടക്കുന്ന എത്രയോ മനുഷ്യന്മാരുണ്ട്. ഒരു 10, 20 രൂപ അല്ലെങ്കിൽ ഒരു 10, 30 രൂപ കൊടുത്തു കഴിഞ്ഞ് അവിടെ ആ പാർക്കിൽ ഒരു വൈകിട്ട് 7:30 വരെ ആ ലൈറ്റ് സംവിധാനം കൊണ്ടിരിക്കുക. നിങ്ങൾ 7:30, 8 വരെ വെച്ചാൽ മതി, നിങ്ങൾക്ക് ചെയ്താലോ. ഇതൊന്നും ഈ നാട്ടിൽ ചോദിക്കാനും പറയാനും ആളില്ലാത്തതിന്റെ കുഴപ്പങ്ങളാ. പിന്നെ സർക്കാർ സംവിധാനത്തിൽ ഇവിടെ അലക്കൽ കൊടുത്തിട്ടുണ്ട്. എന്നെ അലക്കൽ എന്ന് പറയാവോ, പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റായി പോവും. നമുക്ക് കണ്ടു നോക്കാം, കണ്ടോണേ. ആ മതിലിന്റെ അവിടെ ഒന്നെങ്കിൽ ഈ പണിത ആൾക്കാർ മറ്റേ അളന്ന് തിട്ടപ്പെടുത്തിയായിരിക്കുമല്ലോ, സ്ക്വയർ ഫീറ്റിന് പണിത, ഒന്ന് തൊഴുതേക്കാം. നമ്മളെക്കാൾ പ്രായമുള്ളതെന്ന് തോന്നുന്നു. പ്രായമൊന്നുമില്ല, 10 വർഷം പോലും ആയിട്ടില്ല, 15 വർഷം പോലും ആയിട്ടില്ല. ആ കോൺക്രീറ്റിന്റെ മൊത്തം അളവ് തയ്ക്കാൻ വേണ്ടി മിച്ചം എടുത്ത് കോൺക്രീറ്റ് ആ വഴി കിടന്നിട്ട് കല്ലും എടുത്ത് നാട്ടി വെച്ചു. ഇനി അഥവാ അതൊരു അലക്കല്ലാണെ തന്നെ എങ്ങനെ നിന്ന് അലക്കൂന്നും എനിക്കറിയത്തില്ല കേട്ടോ. കാരണം അമ്മാതിരി സെറ്റപ്പിലാണ് പണിതേക്കണേ. കാരണം അലക്കലിന് അങ്ങേ സൈഡിൽ നിൽക്കാൻ പറ്റില്ല. എന്തായാലും അലക്കയിൽ നമ്മൾ നിൽക്കുന്നിടത്ത് നിന്ന് ഇങ്ങോട്ട് താഴോട്ടാണല്ലോ ചെരിവുണ്ടാകുന്നത്. ഇനി അതിന്റെ മുകളിലൊരു മൂർത്തിയെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് കേട്ടോ. ഏത് സർക്കാരിന്റെ മൂർത്തിയാന്ന് അറിയത്തില്ല. പിന്നെ ഇനി അവിടെ എഴുതി വെച്ചേക്കണം നേതാക്കന്മാരുടെ വാക്കുകളൊക്കെ നിങ്ങൾ പോയി അവരുടെ പേരുകളൊക്കെ നിങ്ങൾ വായിക്കണം. നല്ലൊരു മാർബിൾ ഫലകത്തിൽ അടിപൊളിയായിട്ട് പേരെഴുതി വെള്ള പെയിന്റ് ഒക്കെ അടിച്ച് ആ കാട്ടിനകത്ത് സ്ഥാപിച്ചിട്ടുണ്ട്. നമുക്കത് പോകുമ്പം കാണാം. ആദ്യം കണ്ടല്ലോ, അതൊക്കെ എനിക്ക് തോന്നുന്നത് 10, 15 അടി താഴ്ചയിലോട്ട് തറ കെട്ടി അതിന്റെ മേളിൽ തറ കൊണ്ടുവന്ന് വെച്ചേക്കണെന്ന് തോന്നുന്നു. ആ മൂലമറ്റത്തൊക്കെ എത്രയോ സഞ്ചാരികൾ വരുന്നു. ആ മുട്ടം കഞ്ഞാറ് എന്തെല്ലാം സിനിമ ഷൂട്ടിങ് നടക്കുക. ഒരു സംവിധാനം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാലോ. ഇതിൽ സുഖമാണ് പുനർജനി ഗുഹ അതിനകത്തൂടെ നൂണ്ടു പോകാനായിട്ട്. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇറങ്ങുമ്പോഴേ നമ്മളിത് ഇവിടുത്തെ പരിപാടി അവസാനിപ്പിക്കും കേട്ടോ. വേറൊന്നും പറയാനില്ല. എന്തെങ്കിലും ഈ നാട് നന്നാവും എന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങളും ഈ വീഡിയോ അവസാനിപ്പിക്കുക. കാരണം ഇതിനു മുമ്പ് പല ആൾക്കാരും ഇട്ടിട്ടുണ്ട്. പിന്നെ മറക്കാതെ ചെയ്ത കുറച്ച് കാര്യങ്ങളുണ്ട്, അതുകൂടെ പറഞ്ഞേക്കാം. അതെ, ഉൾക്കാടകൻ അതുമായിട്ട് സംബന്ധിച്ചവരുടെ എല്ലാം പേര് നല്ല ശിലാഫലകത്തിൽ മാർബിളിൽ കുത്തിവെച്ചിട്ടുണ്ട്. നമുക്കെന്നും ഇതുകൊണ്ട് സെമിത്തേരി വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഉപകാരമാവും. കാരണം അത് വൃത്തിയായിട്ട് സൂക്ഷിക്കുന്ന സ്ഥലം സെമിത്തേരി മാത്രമേ ഉള്ളൂ. അതുപോലും സംരക്ഷിക്കാനില്ലാത്ത ആൾക്കാർ. ഒന്നും പറയാനില്ല. ഓക്കെ, ബൈ.